യൂട്യൂബ് ഹോം സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീണ്ടും നമ്മുടെ ചിങ്ങമാസത്തിൽ കോന്നിയിലെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അന്നേരം നമ്മളിതൊരു ചെറിയ വീഡിയോ ആണ്, കാരണം പാലുകാച്ചൽ ചടങ്ങും കാര്യങ്ങളും മാത്രമേ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി ഫംഗ്ഷൻ വരുന്നവർക്ക് അവർക്കൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ മഴയും കാര്യങ്ങളും കാരണം പുറത്തെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ബാക്കിയും കൂടെ ഉണ്ട്. അന്നേരം അതെല്ലാം അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അന്നേരം നമുക്കിന്ന് നേരെ പാലുകാച്ചിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ വീട്ടുകാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? വീടിനെ കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറ്റവും നല്ലതായിട്ട് വന്നു. പെയിന്റിങ്ങുകൾക്കൊക്കെ ഇനി എല്ലാം പെയിന്റിങ് ബാക്കി എല്ലാ പരിപാടികളും നന്നായിട്ട് വന്നു. വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോ? ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, കുഴപ്പമില്ല. എല്ലാം ഓരോ പണിയുടെ ആൾക്കാർ നല്ലതായിട്ട് സഹകരിച്ച് ചെയ്തു. ഓരോ വർക്ക് അത് ഞങ്ങൾ പറയാൻ കാര്യം, ഞങ്ങൾക്ക് ഓരോരുത്തരും ഓരോ വർക്ക് ചെയ്യുന്നത് അവരുടെ മനസ്സോടെ അവർ നല്ലതായിട്ട് ചെയ്തു ഉള്ള കാര്യം പറയണമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഓരോരുത്തരെ ഏൽപ്പിച്ചു വിടുന്ന കാര്യം നമ്മളാരും പറയണ്ട. അവരവരുടെ കൃത്യമായിട്ട് നോക്കോരും വേണ്ട. നല്ല അഭിപ്രായം. ആ ഒരു കാര്യത്തില് ഞാൻ സംബന്ധിച്ചേക്കും നല്ല അഭിപ്രായം. നമുക്കതിന് അമ്മ ഇപ്പൊ വന്നപ്പോ തൊട്ട് നമ്മുടെ വീടിനെ പറ്റി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അഭിപ്രായം പറയാന് നല്ല വീട്, നല്ല ആത്മാർത്ഥമായിട്ട് വന്നവരെല്ലാം ജോലി ചെയ്യുന്നു. ഞങ്ങൾ അവരെ ആരും ഒന്നും ശല്യപ്പെടുത്തിയില്ല. അത് ചെയ്ത കുറ്റോ ഇത് ചെയ്ത കുറ്റോ എല്ലാം കൊണ്ട് സന്തോഷമാണ്. സന്തോഷം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവരുടെ കാലം വരെ ജീവിക്കേണ്ടുന്ന ഒരു കുടുംബമാണ്. നല്ലതായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുവാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ. തന്നെയല്ല, എന്റെ കുഞ്ഞു പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, അമേരിക്കരൊക്കെ വരുന്നുണ്ട്, ഒന്നും അവരോട് പറയരുത്, അത് അങ്ങനല്ല ഇങ്ങനെയല്ല. അല്ല, അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി. അത് തന്നെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെപ്പോലെ അവരും ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അപ്പൊ അവരോട് അങ്ങനെ അമ്പലപ്പോഴും ഉപയോഗിക്കലൊക്കെ കണ്ടുപോയിട്ട് എല്ലാ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങളെയൊക്കെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഇഷ്ടപ്പെട്ടു. പിന്നെ 1-2 പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. വർക്ക് കിട്ടിയാൽ നല്ലതാണ്. അവർക്ക് ഒരു വീടിന്റെ പണി വേണോ, അങ്ങനെയാണ് നമുക്ക് വർക്ക് വരുന്നത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് അല്ല, ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളത് ചെയ്തത് മോശമാണെങ്കിൽ എന്തായാലും അമ്മ ഇങ്ങനെ വരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കത്തില്ല. 1-2 പേരോ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് പണി, എങ്ങനെയുണ്ടോ. ഞാൻ ചെയ്യുന്നിടത്തോളം അവർ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. പക്ഷെ പണി ചെയ്യിപ്പിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു. അല്ല, ഞാനും വല്ലപ്പോഴും വരുന്നത്, അത് വരുമ്പോ ഇവിടെ ആരും കാണത്തില്ല. പിന്നെ വരുന്ന പിള്ളേരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് വന്ന് ചെയ്ത് പോകുന്ന പിള്ളേരാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണി നിർത്തും, മഴയാ. അപ്പൊ എന്ത് ചെയ്യാൻ, അത് ആരുടെയും കുറ്റം, അവരുടെയും കുറ്റം, നമ്മുടെയും കുറ്റമല്ലേ. നമുക്ക് 2-3 ദിവസം എന്തായാലും ഡിലേ വന്നു. പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല ഞങ്ങളോട്. അവര് കിടക്കാതെ നമുക്ക് ഒരിക്കലും അത് പാടില്ല. അന്നേരം അമ്മ എല്ലാം കൊണ്ട് സന്തോഷമാണ്. സന്തോഷം. ഓക്കെ അമ്മ, താങ്ക് യു.